ഒരു 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 30 സെക്കൻഡോട് 1 മിനിറ്റോട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പ്രസന്റേഷൻ പറഞ്ഞിട്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. കൊച്ചൻ പറഞ്ഞു. ഇപ്പൊ തത്വവിശ്വാസത്തെ കുറിച്ചാണെങ്കിൽ നമുക്ക് വെളിപ്പെടുത്തിയത് യേശുക്രിസ്തു മുഖാന്തരമാണ്. കർത്താവായ യേശുക്രിസ്തു ആണ് പിതാവിനെയും പുത്രനെയും പരിശുദ്ധ റൂഹായെയും കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഈ പുത്രന്റെ അവതാരമായിട്ടാണ് യേശുക്രിസ്തുവിനെ സഭ കാണുന്നത്, വിശ്വസിക്കുന്നത്. അപ്പോ ഇത് അപ്പോസ്തലിക വിശ്വാസത്തിലൂടെ പകർന്നു നിന്നിട്ടുള്ള സഭ ഇന്നും ഹോൾഡ് ചെയ്യുന്ന 2025 സഭ ഹോൾഡ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഇതിനകത്ത് സഭയ്ക്ക് പുറത്തുള്ളവർക്ക് ഇത് ചിലപ്പോൾ വിശ്വസിച്ചെടുക്കാനും മനസ്സിലാക്കിയെടുക്കാനും പ്രയാസം ഉണ്ടാവും. ആ പ്രയാസം നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ദൈവമെന്ന ആ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് പലരും പല രീതിയിൽ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്. ദൈവവിശ്വാസം എന്നുള്ള കോമൺ ഫ്രെയിമിൽ എടുക്കുമ്പോൾ നമ്മൾ തൃത്വവിശ്വാസത്തെ കുറിച്ച് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല, പറയേണ്ട കാര്യമില്ല. ദൈവവിശ്വാസം എന്നുള്ള നിരീശ്വരവാദം, ദൈവവിശ്വാസം എന്നുള്ള കാര്യത്തില് ക്രിസ്തീയ വിശ്വാസത്തില് ഈ പിതാവ് പുത്ര പരിശുദ്ധ റൂഹ എന്നുള്ള ദൈവത്തെ നമ്മൾ ഏക സത്യ ദൈവമായിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈരുദ്ധ്യങ്ങളായിട്ട് നിൽക്കുന്ന 3 വ്യക്തികളായിട്ടല്ല, ഒന്നായി നിൽക്കുന്ന 3 വ്യക്തികളായിട്ടാണ് കാണുന്നത്. അപ്പൊ ദൈവം എന്നുള്ള വാക്ക് തന്നെ അധികാരം എന്നുള്ള അർത്ഥത്തിലാണ് കാണുന്നത്. അപ്പൊ ഒരേ അധികാരത്തിൽ നിലനിൽക്കുന്ന 3 വ്യക്തികളായിട്ടാണ് പിതാവ് പുത്ര പരിശുദ്ധ റൂഹായെ കാണുന്നത്. അത് ദൈവം എന്ന വാക്കിന്റെ അർത്ഥം സഭ കാണുന്നത് അത് അധികാരമായിട്ടാണ്. ആ അധികാരത്തിലാണ് സഭ നിലനിൽക്കുന്നത്. ആ അധികാരത്തെയാണ് നമ്മൾ മുഖത്തപ്പെടുത്തുന്നത്. അപ്പൊ അത് ഒരധികാരമാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ അധികാരം ഒരധികാരമാണ്, വ്യത്യസ്ത അധികാരങ്ങളല്ല. ആ അധികാരത്തിലാണ് നിൽക്കുന്നത്. ആ അധികാരം നിലനിൽക്കുന്നത് പരസ്പര സ്നേഹത്തിലും പരസ്പര സന്തോഷത്തിലുമാണ്. ആ സന്തോഷത്തിലേക്കും സ്നേഹത്തിലേക്കുമാണ് നമ്മൾ ചേർക്കപ്പെടുന്നത്. ഇതാണ് പൊതുവായിട്ട് ക്രിസ്തീയ സഭകൾ മനസ്സിലാക്കുന്നത്. താങ്ക് യു. ഞാനിതൊരു തർക്കത്തിന് വേണ്ടി ഒന്നും ചോദിക്കല്ലോ കേട്ടോ. സംശയം അതിന്റെ മറ്റേ കോശിച്ചായം പറഞ്ഞ ആ ഒരു താല്പര്യം വെച്ച് ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ബൈബിളിൽ തൃത്വം പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ക്രൈസ്തവർ പിന്തുടരുന്നത് ആ തൃത്വമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു സംശയമാണ് കേട്ടോ. അതായത് ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് തൃത്വവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നൈസിൻ ക്രീഡ് അല്ലേ? കാരണം 325 അവിടെ നൈസിൻ ക്രീഡ് അഥവാ നൈസിൻ ക്രീഡ് തീരുമാനങ്ങൾ 4-ാം നൂറ്റാണ്ടിലാണല്ലോ ഔദ്യോഗികമായിട്ട് സഭാചരിത്രത്തില് അതിനെ അംഗീകരിച്ചതായിട്ട് പറയുന്നത്. അപ്പൊ അതില് അന്നത്തെ തീരുമാനം എന്ന് പറയുന്നത് പിതാവിന്റെ സത്തയിൽ പുത്രനും തുല്യനാണെന്നുള്ള ഹോമോഊസിയ ആ കാലഘട്ടത്തിലാണ് അതിനെ എഴുതി ചേർത്തതെന്നും പറയുന്നു. മാത്രമല്ല ഈ കിഴക്കൻ സഭകളുടെ വിശ്വാസത്തെ റോമൻ സഭ അത് അംഗീകരിക്കപ്പെട്ടതായിട്ടും കാണുന്നില്ല. കാരണം കിഴക്കൻ സഭകൾ പറയുന്നത് പിതാവിൽ നിന്ന് മാത്രമേ പരിശുദ്ധാത്മാവ് പുറപ്പെടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഫിലിയോക്ലോസ് ആണ്. ഫിലിയോക്ലോസ് നിങ്ങൾക്കറിയാലോ, പുത്രനിൽ നിന്നും എന്നുള്ള ലാറ്റിൻ പദമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത് കിഴക്കൻ സഭ അംഗീകരിക്കുന്നില്ല. ഫിലിയോക്ലോസ് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അത് തൃത്വവിശ്വാസത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കിഴക്കൻ സഭയുടെ ഈ വിശ്വാസത്തെ റോമൻ സഭ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഫിലിയോക്ലോസ് ആണ്. അഥവാ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു എന്നുള്ളത്. അത് നിക്കിയ വിശ്വാസ പ്രമാണമാണ്. അപ്പോ ഈ തൃത്വവിശ്വാസം എന്നുള്ളത് 325 ശേഷമല്ലേ നിക്കിയ സുനോദോസുമായി ബന്ധപ്പെട്ടല്ലേ ആ വിശ്വാസം ഇന്നത്തെ രീതിയിൽ എത്തിപ്പെട്ടത് എന്നാണ് എന്റെ ചോദ്യം. എന്റെ സംശയം ചോദ്യം മനസ്സിലായില്ല കേട്ടോ, ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് ചോദിക്കാമോ? അതായത് നിക്കിയ സുനോദോസിൽ വെച്ചിട്ടാണ് പുത്രത്വം ദൈവത്വത്തിലേക്ക് കടന്നു വരുന്നത്. അഥവാ അവിടെ 325 നിക്കിയ സുനോദോസ് ചേരുമ്പോൾ കാണപ്പെടുന്നവയും കാണപ്പെടാത്തവുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നായിരുന്നു അവരുടെ ദൈവത്തോടുള്ള ഒരു കാഴ്ചപ്പാട്. പക്ഷെ പിന്നീട് നിക്കിയ സുനോദോസ് പിതാവിന്റെ സത്തയിൽ പുത്രനും തുല്യനാണ് എന്നുള്ള ഹോമോഊസിയ എന്ന പദം എഴുതി ചേർത്തു.
കൂട്ടിച്ചേർത്തു. ആ 325 ശേഷമാണ് പിന്നെ സഭാചരിത്രത്തിൽ കാണുന്നത് പുത്രൻ ദൈവത്തിന് തുല്യനാണ് എന്നുള്ളത്. അപ്പോ ഇത് സത്യത്തിൽ അത് പിന്നെ ബൈബിളിൽ തൃത്വവിശ്വാസം ഇല്ല എന്നല്ലേ ഇത് മനസ്സിലാക്കേണ്ടത്? അതാണ് എന്റെ ചോദ്യം. ഇത് സഭ ഈ പുത്രൻ ദൈവത്തെക്കാൾ വലുതാണെന്ന് അല്ലെങ്കിൽ ചെറുതാണെന്ന് അതിനു മുമ്പ് പറഞ്ഞ രേഖകളുണ്ടോ യൂണിസെക്കഡയില്? അല്ല, ഞാൻ അതല്ല പറഞ്ഞത്. ഇവിടെ ഞാൻ പറഞ്ഞ എന്താ അറിയോ, നിക്കാ സുനാദോസിൽ വെച്ചിട്ടാണ് അതല്ല ഞാൻ ചോദിക്കുന്നത്, അതല്ല നിക്കിയ വിശ്വാസ പ്രമാണത്തില് പറയുന്ന കാര്യങ്ങള് അത് തെറ്റാണെന്ന് സാധൂകരിക്കുന്ന എന്തെങ്കിലും കാര്യം അതിന് മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ള രേഖകളുണ്ടോന്ന് ഞാൻ ചോദിച്ചത്. അതിന്റെ മുമ്പ് രേഖകളായിട്ട് എനിക്ക് പിന്നെ ഇല്ല മനസ്സിലായിട്ടില്ല. ഇല്ല, അത് പിന്നെ ചോദ്യം വാലിഡ് അല്ലല്ലോ. അല്ല, അതില്ല എന്ന് പറഞ്ഞിട്ട് ഘോഷിച്ചായ ഈ സംഭവം അതല്ല ഞാൻ അതല്ല ചോദിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഒന്നോടെ ഈ ചോദ്യത്തിന്റെ തന്നെ പ്രശ്നം പറഞ്ഞുതരാം. അതായത് അതായത് ഞങ്ങളെ സംബന്ധിച്ചോളം സഭ എന്നത് ഒരു പുസ്തകം അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ലെറ്റർ വെച്ചിട്ടല്ല, അതായത് ഒരു സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സഭയല്ല, ഡൈനാമിക് ആണ്. സഭ പറയുന്ന കാര്യം മുമ്പ് പറഞ്ഞവരെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എടുക്കേണ്ടതുള്ളൂ. അവര് പറഞ്ഞില്ല എന്ന് വെച്ച് നമുക്കിപ്പോ പറയുന്നതിന് കുഴപ്പമില്ല. അതായത് 2025 നിന്നുകൊണ്ട് സഭയിലെ ഒരു പിതാവ് ഇരുന്ന ഒരു കാര്യം പറയുവാണ്. പക്ഷെ മുമ്പ് പറഞ്ഞ ഒരു പിതാവ് പറഞ്ഞതിന് എതിരാണെങ്കിൽ മാത്രമാണ് നമുക്കതിനെ തിരുത്തേണ്ട കാര്യമുള്ളൂ. പക്ഷെ പുതിയതായി ഒരാൾക്ക് ഒരു വെളിപ്പാട് കിട്ടിയിട്ട് അതെങ്ങനെയാണ് പണ്ടുള്ളവർക്ക് അത് ഇല്ലല്ലോ എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അതിന്റെ വ്യത്യാസം മനസ്സിലായോ? അതായത് ഈ 600-ലും AD 600-ലും അതിനു മുമ്പുണ്ടായ ചില കൂട്ടര് അത് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്ന പോലെയല്ല സഭ നിൽക്കുന്നത്. സഭ ഡൈനാമിക് ആണ്. സഭ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ദൈവം വെളിപ്പാടുകളും ദർശനങ്ങൾക്ക് ഇറക്കി കൊടുത്തുകൊണ്ടിരിക്കും. അത് കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളം പോലെയല്ല, അത് ഒഴുകുന്ന വെള്ളമായിട്ടാണ് സഭയെ കാണുന്നത്. അതായത് ഏതെങ്കിലും ഒരുത്തൻ പടച്ചു വിട്ടതിനകത്ത് മാത്രം തൂങ്ങിക്കിടക്കുന്നതല്ല, അത് ഡൈനാമിക് ആണ്. പക്ഷെ മുമ്പ് പറഞ്ഞ പിതാക്കന്മാർ പറഞ്ഞതിന് എതിരെ പറയുന്നുണ്ടെങ്കിൽ മാത്രം യൂനിസെക്ക് കാണിച്ചു തരിക. പിതാവ് പുത്ര പരിശുദ്ധ റൂഹ എന്നുള്ളത് ആദ്യ എഴുത്തുകളിൽ തന്നെ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായെ കുറിച്ച് പറയുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ വാക്കിൽ തന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിലാണ് സ്നാനം ഏൽക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതേ കാര്യം തന്നെയാണ് നിക്കിയ വിശ്വാസത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഞാൻ എന്താ പറയുക, സഭയുടെ വിശ്വാസം, കാരണം നിങ്ങൾ എടുക്കുന്ന, അതായത് നിങ്ങൾ അംഗീകരിച്ചത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അല്ലാതെ അംഗീകരിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതൊന്നും ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടേ ഇല്ല. ഇപ്പൊ മോണ്ടാലിസം നമുക്ക് അറിയാലോ. മോണ്ടാന് വന്നിട്ട് അദ്ദേഹം പരിശുദ്ധാത്മാവാണ്, ഞാൻ യോഹന്നാൻ 14 പറഞ്ഞിട്ടുള്ള സത്യാത്മാവാണെന്നൊക്കെ വന്ന് അദ്ദേഹം പിന്നെ രംഗപ്രവേശനം ചെയ്തോളും. അതുപോലെ പല സംഭവങ്ങളും ഉണ്ട്. ജെറോം പോലും പിന്നെ യോഹന്നാന്റെ കമാൻഡറിയിൽ ചില ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് പിന്നെ പരിശുദ്ധാത്മാവ് മറിയമാണ് എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ, കാരണം അത് പറയാനുള്ള അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് ഈ ജ്ഞാനത്തെ അവൾ എന്ന് സംബോധന ചെയ്തിരുന്നു എന്നാ പറയും. അപ്പൊ അങ്ങനെയൊക്കെ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും അല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് 325 അവിടെ നിക്കിയ സുനഹദോസ് ചേരുമ്പോ അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇല്ല. അതായത് അങ്ങനെ ഒരു കാഴ്ചപ്പാട് അവർക്ക് ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ആ നിക്കിയ സുനഹദോസ് ചേർന്ന് പിതാവിന്റെ സത്തയിൽ പുത്രനും തുല്യനാണ് എന്നുള്ള ഹോമോഊസിയ അതിന് മുമ്പ് അവിടെ പിതാവും പുത്രനും പരിശുദ്ധ റൂഹ ഇല്ല എന്നുള്ളതിന് എന്തെങ്കിലും രേഖയുണ്ട്? ഞാൻ ഉണ്ടെന്നുള്ള പറഞ്ഞില്ലേ. യേശുക്രിസ്തുവിന്റെ വാമൊഴികൾ മത്തായിയുടെ സുവിശേഷം 28 എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്, നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ സ്നാനം കൊടുപ്പിൻ, അവരത് പഠിപ്പിപ്പിൻ എന്ന് പറയുന്നു. പിന്നെ അത് ഇല്ലെന്ന് നിങ്ങൾ പറയുന്നതാണ് ഞാൻ തിരുത്തുന്നത്. നിങ്ങളുടെ ചോദ്യം ശരിയല്ല സഹോദര. അതെ കോശിച്ചായൻ പറയുന്നത് പിന്നെ ഓക്കെ, ശരിയാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരു അവിടെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അതിന്റെ അതും ഇതും പിന്നെ ഒന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പിതാവിന്റെ പിന്നെ സത്തയിൽ പുത്രനും തുല്യനാണ് എന്നൊരു പുതിയ വാദഗതി കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. അത് തുല്യമായതുകൊണ്ട്, അത് തുല്യമാണെന്നുള്ളത് കൊണ്ട് അതിന് പല മറ്റു വിശ്വാസങ്ങളും കടന്നു വന്നപ്പോഴാണ്, അത് യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ പല രീതിയിൽ യേശു ദൈവമല്ലെന്നും യേശുവിന് മനുഷ്യനല്ലെന്നും ഒക്കെ ഉള്ള വാദങ്ങൾ വന്നപ്പോഴാണ് ഇതിനെ ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്തത്. യേശുക്രിസ്തു പഠിപ്പിച്ചതും അപ്പോസ്തലന്മാര് പഠിപ്പിച്ചതും അതൊരു ക്രീഡായിട്ട് മാറ്റമില്ലാതെ ഇരിക്കേണ്ടതിന് പിതാക്കന്മാരത് ഉറപ്പിച്ചു തന്നിരിക്കുന്നു. അത് നിങ്ങളുടെ വാദം, അതായത് നിങ്ങൾ പറയുന്നത് കൺഫ്ലിക്റ്റ് ആയിട്ടുള്ള കാര്യം എടുത്തു എന്നുള്ളതാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. അങ്ങനെയല്ല. നിക്കിയ വിശ്വാസ പ്രമാണത്തില്
ഈ പിതാക്കന്മാർ ആ 306 അല്ലെങ്കിൽ 3 നൂറ്റാണ്ട് എന്താണോ വിശ്വസിച്ചത് അതിനെ ക്രോഡീകരിച്ച് ഒരു ക്രീഡാക്കി നമ്മളത് ചൊല്ലുന്നു. ഒരു സത്യക്രിസ്ത്യാനി 2000 വർഷമായിട്ട് വിശ്വാസ പ്രമാണം 5 നേരം ചൊല്ലുന്നവരാണ്. ഞാൻ 2 നേരം ചൊല്ലുന്ന ആളാണ്. താങ്ക് യു. ഓക്കെ ഞാന് കൂടുതൽ പറയുന്നില്ല. ഓക്കെ കോശിച്ചേ. താങ്ക് യു യൂനുസേ, താങ്ക് യു. പക്ഷേ അപ്പം ഈ ട്രിനിറ്റി എന്ന് പറഞ്ഞ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് വൺ ഗോഡ് ആൻഡ് 3 പേഴ്സൺ. അപ്പൊ എന്തോ സമയമായിട്ടില്ലല്ലോ. പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് പേഴ്സൺ ആക്ട്സ്, പേഴ്സൺ ടോക്സ്, പേഴ്സൺ ഇസ് ഏബിൾ ടു ലൈക്ക് കമ്മ്യൂണിക്കേറ്റ് വാട്ട് ഹി വാണ്ട്സ്. അപ്പൊ നമ്മളത് പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. പിതാവ് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിതാവ് ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ കാണുന്നുണ്ട്. യേശു ക്രിസ്തു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ, നമ്മള് മാൻകൈൻഡിനോട് സംസാരിക്കുന്ന കോണ്ടെക്സ്റ്റ് മാത്രം എടുക്കുവാണെങ്കിൽ പഴയ നിയമത്തിൽ ഈ 3 പേഴ്സൺസ് അതില് പിതാവായി ദൈവം സംസാരിച്ച് ആക്ട് ചെയ്ത കാര്യമൊന്നും എടുക്കണ്ട. അപ്പൊ അങ്ങനെ ആകുമ്പോ അത് ഭയങ്കര ഒരു നമുക്ക് ഷാർപ്പായിട്ട് ഒരു സ്പെസിഫിക് ഇൻസിഡന്റിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. പിതാവായി ദൈവം സംസാരിച്ച ഒരു ബൈബിൾ പാസേജും പുത്രനായ ദൈവം സംസാരിച്ച ഒരു ബൈബിൾ പാസേജും ഇന്ന് ഹൈലൈറ്റ് ചെയ്യാമോ? പഴയ നിയമത്തിലുള്ള കാര്യങ്ങളുടെ കമന്റ്സുകൾ പുതിയ നിയമത്തിൽ നോക്കി കഴിഞ്ഞാൽ എല്ലാം ദൂതന്മാർ മുഖാന്തരം സംസാരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതാണ് സ്റ്റെഫാനോസ് കല്ലെറിയപ്പെടാനുള്ള കാരണം അതാണ്. അപ്പൊ ദൂതന്മാർ മുഖാന്തരമാണ് മനുഷ്യരോട് സംസാരിച്ചത്. ദൈവം നേരിട്ട് സംസാരിച്ചിട്ടില്ലെന്നുള്ളത് യേശുക്രിസ്തു പറയുന്നത്. നിങ്ങൾ അവന്റെ ശബ്ദം കേട്ടിട്ടില്ല, അവനെ ആരും കണ്ടിട്ടുമില്ലെന്ന് പറയുന്നത്. അപ്പൊ പഴയ നിയമത്തിൽ കാണുന്ന ശബ്ദങ്ങളും അതിന്റെ ഉറവകളെയൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് സ്റ്റെഫാനോസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞു വന്ന് അവരുടെ വിശ്വാസത്തിനെതിരായിട്ടൊന്നും പറയുന്നില്ല. എല്ലാം അവര് പറഞ്ഞ് അവരുടെ പിതാക്കന്മാരുടെ നടന്ന കാര്യങ്ങളെല്ലാം സ്റ്റെഫാനോസ് ഒരു പ്രസംഗത്തിന്റെ ഇടയിൽ പറഞ്ഞ് അവസാനം കൊണ്ട് നിർത്തുമ്പോൾ അത് ദൂതന്മാർ മുഖാന്തരമാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴാണ് അവന്മാര് കല്ലെടുത്തത്. പുതിയ നിയമം എഴുതിയിട്ടില്ല എന്ന് വെച്ചോ. പുതിയ നിയമം എഴുതാത്തൊരു പോയിന്റ് ഓഫ് ടൈമില്, യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രി ടൈമില്, ആ സമയത്ത് പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ആ യഹൂദന്മാരുടെ സ്ക്രിപ്ചേഴ്സിൽ ഈ പിതാവായ ദൈവം സംസാരിച്ച ഒരു ഒക്കേഷൻ, പിന്നെ പുത്രനായ ദൈവം സംസാരിച്ച ഒരു ഒക്കേഷൻ കോശി. അതായത് ഇപ്പൊ പുതിയ നിയമം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നു എന്നുള്ളതാണ്. പുതിയ നിയമം ഇപ്പൊ ഉണ്ടല്ലോ സാറേ, ഞാനത് വായിച്ചിട്ടുണ്ട്. നമുക്കറിയാം. അതിനിപ്പോ ഇല്ലെന്ന് വയ്ക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ എനിക്ക് സാധ്യമല്ല. കാരണം പുതിയ നിയമത്തിലുള്ള പിതാക്കന്മാർ ഇപ്പൊ താക്കോലിവിടെ ഇരിപ്പുണ്ടല്ലോ. അല്ല, ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ വെക്കുന്ന ഉപാധിയാണ് ഞാൻ പുതിയ നിയമം എടുക്കരുത്, പുതിയ നിയമം എഴുതിയിട്ടില്ലെന്ന് വിചാരിക്കാനൊക്കെ പറയുന്നത് വളരെ ബാലിഷ്യമല്ലേ? ലുക്കിംഗ് അറ്റ് ദി ആക്ച്വൽ പാസേജ്, ആ പാസേജിനാണ് എനിക്ക് മനസ്സിലായി. YDF-ന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഒരു ഉത്തരം വേണം. ആ ഉത്തരത്തിന് വേണ്ടിയിട്ട് എന്റെ കയ്യിലിരിക്കുന്ന ഉത്തരപേപ്പറുകളെല്ലാം നിങ്ങൾക്ക് കീറിക്കളയണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് സാധ്യമല്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പുതിയ നിയമം വായിച്ചിട്ടുള്ളവരാണ്, അത്യാവശ്യം വായന അറിയാവുന്നവര്. അപ്പൊ അതിനകത്തുനിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ അല്ലേ ഇതിനകത്ത് വരുന്നത്. ഏക ദൈവം എന്ന് പറയുന്നത് തന്നെ പുതിയ നിയമമാണ്. അപ്പൊ പുതിയ നിയമം മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് പിന്നെ എന്ത് ഉത്തരമാണ് ഞാൻ പറയേണ്ടത്? ഐ എം സോറി, എന്താണ് YDF, സോറി. കറക്റ്റ് ആണ്. ഇനി അടുത്ത വേറെ ആർക്കും ചോദ്യം ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? പണ്ഡിതന്മാർക്ക് സമയം പക്ഷെ ആങ്കർ മോശമാട്ടോ. ഒരു ലൈക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ആൻസർ ചെയ്യാവുന്നില്ല. അത് കഴിഞ്ഞിട്ട് ലൈക്ക് അങ്ങനെ ആൻസർ ചെയ്യുന്നത് പുതിയ നിയമം ഓൾറെഡി ഉണ്ടല്ലോ. നമ്മൾ പുതിയ നിയമത്തിൽ ഇപ്പം ഈ നമ്മള് ആപ്പിളിന്റെ സ്പെല്ലിംഗ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഡിക്ഷണറി ഉണ്ട്, ഡിക്ഷണറിക്കകത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും, ഡിക്ഷണറി ഉണ്ടാക്കിയ ആൾക്കാർ ഇങ്ങനെയാണ്. അപ്പൊ ദാറ്റ് ഷോ ദ ഇഗ്നോറൻസ് ഓഫ് ദി ഈ ക്വസ്റ്റ്യൻ. അല്ല YDF, അങ്ങനെയല്ല YDF. ഈ പഴയ നിയമത്തിലെ എല്ലാ കാര്യത്തിനും കമന്റ്സ് നമ്മുടെ അപ്പോസ്റ്റലന്മാർ പറഞ്ഞു കഴിഞ്ഞു. ഇനി അവരെ ക്ലോസ് ചെയ്തിട്ട് അവരെ ഇല്ലായ്മ ചെയ്തിട്ട് അല്ല, എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ പറഞ്ഞില്ലേ, സ്റ്റെഫാനോസിന്റെ കാര്യം എടുത്തു, പൗലോസ്, അവര് പറഞ്ഞ കമന്റ് തന്നെ എനിക്ക് എടുക്കാനുള്ളൂ. സ്റ്റെഫാനോസ് ആണ് പറഞ്ഞത് ഇത് ദൂതന്മാരാണ് വന്ന് പറഞ്ഞതെന്നുള്ളത്. ഇപ്പൊ ഒരു ദൈവം, വൺ ഗോഡ് ആൻഡ് 3 പേഴ്സൺ. ഈ പേഴ്സൺ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ആ പേഴ്സൺ സംസാരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, എന്റെ വിഷയാവതരണത്തിൽ പറഞ്ഞിരുന്നു, ഒരു ദൈവം എന്നുള്ളത് അധികാരമാണ് സഹോദരൻ. ദൈവം എന്നുള്ള ആ ഒരു സംജ്ഞ എന്ന് പറയുന്ന ആ വാക്ക് എന്ന് പറഞ്ഞാൽ അധികാരം എന്നാണ് അർത്ഥം. ഒരധികാരം, അതിൽ 3 വ്യക്തികൾ, ഇതാണ് സത്യം.
അല്ല, ദൈവം എന്ന് പറയുമ്പോൾ അത് മറ്റൊരു ഒരു വ്യക്തിയായിട്ട് വരുന്നില്ല. നിങ്ങൾക്ക് വരുന്ന തെറ്റതാണ്. അതായത് ദൈവം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന അധികാരമാണത്. ആ അധികാരത്തിൽ 3 വ്യക്തികൾ ഉണ്ടെന്നുള്ളതാണ് ട്രിനിറ്റിയുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള വിശ്വാസം. അല്ലാതെ ഒരു ദൈവം, ആ ഓക്കെ, ദൈവം എന്നുള്ളത് ഒരു വ്യക്തിയായിട്ട് പഴയ നിയമത്തിൽ ഈ വൈദ്യത്തെ എനിക്ക് എനിക്ക് പണിക്ക് പോകണം കേട്ടോ. ഒരു 2 മിനിറ്റ് എനിക്ക് തരുമോ? എന്നാ ഈ നമ്മള് പിന്നെ ഉണ്ടല്ലോ ഇവിടെ വൈഡിയഫേ, നമ്മളെന്നും കൂടെ ഉണ്ടല്ലോ. നമ്മുടെ ഇവര് ചോദിക്കട്ടെ, പിള്ളേർക്ക് ചോദിക്കട്ടെ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. മറ്റേതൊരു വിശ്വാസത്തെയും എൻ്റെ വിശ്വാസം പോലെ തന്നെ ഞാൻ ബഹുമാനിക്കുന്നു. ആദ്യമായിട്ട് അത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. എൻ്റെ ചോദ്യം, ഇത് എബ്രഹാമിക് റിലീജിയൻ ആണല്ലോ. അപ്പൊ എബ്രഹാം പിതാവ് ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ, സ്ത്രീത്വം പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. എബ്രഹാമിക് റിലീജിയൻ ആണെന്നാണ് അവകാശപ്പെടുന്നത്. ഇനി എബ്രഹാമിക് പിതാവ് പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് ഉത്തരം പറയണം. പിന്നെ എബ്രഹാമിക് റിലീജിയനിൽപ്പെട്ട മറ്റ് 2 മതങ്ങളും ഇത് അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഭൂരിപക്ഷം പേരും ഇത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കൽ. അതായത് യഹൂദ മതവും ഇസ്ലാം മതവും എബ്രഹാമിക് റിലീജിയൻ ആണെന്ന് അവകാശപ്പെടുന്ന മതങ്ങളാണ്. അപ്പൊ അവരിത് അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇത് അപ്പൊ അതിനൊരു ഉത്തരം തരണം. പിന്നെ ബൈബിളിൽ തന്നെ യോഹന്നാന്റെ 14:1 മുതൽ 32 വരെ ഉള്ള വചനങ്ങളിൽ 1-2 വചനത്തിലാണ് എന്നെ കണ്ടവൻ പിതാവിനെയും കണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെയെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അതിന്റെ തുടക്കത്തിൽ തന്നെ ദൈവത്തിന്റെ ഭവനത്തിലാണ് ദൈവത്തിന് അനേകം ഭവനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തെ പുകഴ്ത്തി തന്നെയാണ് അവിടെ പറയുന്നത്. അവിടൊക്കെ ഏകത്വമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല 31-ാമത്തെ വചനത്തിൽ പറയുന്നത് അവൻ കൽപ്പിക്കും വിധം ഞാൻ നിങ്ങളോട് ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ തെളിവുകളൊക്കെ നമുക്ക് ഈ സ്ത്രീത്വത്തിനെതിരായിരിക്കുമ്പോൾ ഇതെങ്ങനെ ജനങ്ങളോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കോസ്റ്റാനോട് എനിക്കുള്ള ചോദ്യം. ഞാൻ പറഞ്ഞൊക്കെ കേട്ടോ? എനിക്കൊരു പെട്ടെന്നൊരു കോള് വന്നു. ഞാൻ ബാങ്കിലോട്ട് പോകുന്നതായിരുന്നു. അത് ഒന്നുകൂടെ ഞാൻ അത് കേട്ടു. അബ്രഹാമിനെ വെളിപ്പെട്ടെന്നുള്ള ഒരു ചോദ്യം കേട്ടു. പിന്നെ എന്താ ചോദിച്ചേ? ഒന്നുകൂടെ ഒന്ന് ഫ്രെയിം ചെയ്യാമോ ചോദ്യം? അല്ലെങ്കിൽ ഓരോ ചോദ്യം ചോദിക്കും. ആദ്യത്തെ ചോദ്യം ചോദിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഈസി ആയിരിക്കും. അല്ല, ഇതൊക്കെ സിമ്പിൾ ചോദ്യം, അതുകൊണ്ടാണ് ഒന്നിച്ച് ചോദിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ 3 ചോദ്യം. അതായത് പഴയ നിയമത്തിൽ അബ്രഹാമിന് ഇത് മനസ്സിലായോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം, അല്ലേ? അല്ല, എബ്രഹാം പിതാവ് ഇത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എബ്രഹാമിക് റിലീജിയനാണ് എന്നാണല്ലോ അവകാശവാദം. അപ്പൊ എബ്രഹാം പിതാവ് ഇത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അബ്രഹാം പിതാവ് ഇത് പഠിപ്പിച്ചു എന്ന് ഉള്ള വാക്യങ്ങളൊന്നുമല്ല, പക്ഷെ അവരത് മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. ആ വെളിപ്പാടിലാണ് പുത്രന്റെ, അല്ലെങ്കിൽ പിതാവ് പുത്രൻ പരിശുദ്ധയിൽ പുത്രന്റെ ആ വാക്തത്വം കൊടുക്കുമ്പോൾ പൗലോസ്ലീഹ പിന്നീട് അതിനെ കോട്ട് ചെയ്യുന്നുണ്ട്. അത് അനേക പുത്രന്മാരെ കുറിച്ചല്ല, ഏകനെ കുറിച്ച് അത്രേ അത് പറഞ്ഞ ആ വാക്തത്വം എന്താണെന്നുള്ളത് അവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോ ഈ പിതാവ് പുത്രൻ പരിശുദ്ധയിൽ പുത്രന്റെ അവതാരം ഈ അബ്രഹാമിന്റെ ലീനേജിൽ സംഭവിക്കും എന്നുള്ളതാണ്. അബ്രഹാമിന്റെ കടിപ്രദേശത്ത് നിന്ന് അത് ഉണ്ടാവും എന്നുള്ളതാണ് തനിക്ക് കിട്ടിയ വാക്തത്വം. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികള് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഇവർക്ക് ഇത് ഹിഡൻ ആയിട്ടുള്ള ഒരു വെളിപ്പാടായിട്ട് ഇവർക്ക് കിട്ടിയിരുന്നു എന്ന് തന്നെയാണ് സഭ വിശ്വസിക്കുന്നത്. ഏക ദൈവവിശ്വാസം തന്നെയായിരുന്നു പിതാക്കന്മാർക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ അവരത് വിശ്വസിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് സഭ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ വെളിപ്പാട് അബ്രഹാമിന് വരുന്നതും അബ്രഹാമിൽ കൂടെ ഈ ദൈവത്തിന്റെ പുത്രന്റെ അവതാരം അബ്രഹാമിന്റെ ലീനേജിൽ ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസത്തെ പൗലോസ്ലീഹ എൻഡോസ് ചെയ്യുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഒറ്റ മിനിറ്റ് സമയം കളയില്ല. കോശിച്ച അത് എത്രത്തോളം ശരിയാണ്? സഭാപിതാക്കന്മാരെ പെർമിഷൻ ചോദിച്ചു. അപ്പൊ എന്നോട് അപ്പൊ ഇത് മിക്സ് ചെയ്യണോ നിങ്ങള്? അല്ല, കോശിച്ച അവര് മറ്റേ ആള് ചോദിക്കുന്നത് ഡബിൾസാ കളി. അപ്പൊ ഞാൻ മറുപടി പറഞ്ഞോളാം. വേണ്ട, ഞാൻ മാത്രമേ ചോദിക്കുള്ളൂ. ചോദിച്ചോ. കളി ഡബിൾസ് ആയി. ഇല്ലെന്ന് ഇത് ഡബിൾസ് ആണ്. ഇതെങ്ങനെ ബാഡ്മിന്റൺ കളിക്കുമ്പോൾ 2 പേര് അപ്പുറം ഇപ്പുറം 2 പേര് നിൽക്കുന്നു. ആയിക്കോട്ടെ, ചോദിച്ചു. ഞാൻ ഇറങ്ങിക്കോളാം. ഞാനിപ്പോ ചോദിക്കും, എനിക്ക് സമയമില്ല ഒന്നാ. നിങ്ങൾക്ക് നിങ്ങൾ ലിസൺ ചെയ്യും, നിങ്ങള് കേൾക്കുക. അബ്രഹാമിന് ട്രിനിറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ട്.
ദൈവപ്രത്യക്ഷത 3 പുരുഷന്മാരുടെ രൂപത്തിലാണ് അബ്രഹാം കണ്ടത്. പഴയ നിയമത്തിലെല്ലാം മറപൊരുളായിട്ടാണ്. അബ്രാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ പേര് ദൈവം തമ്പുരാൻ വിളിച്ച് നിന്റെ പേര് അബ്രഹാം എന്നാക്കുന്നു. എന്താണ് ഈ അബ്രഹാം എന്നുള്ള പേര്? അബ്രഹാം എന്നുള്ള പേര് തന്നെ ട്രിനിറ്റിയുടെ മുദ്രയാണ്. ദ സീൽ ഓഫ് ട്രിനിറ്റി, അതാണ് അബ്രഹാം. അബ് ബ്രോ റൂഹോ, ഇത് സുറിയാനിയാണ്. അബ്രഹാം സംസാരിച്ചത് സുറിയാനി ഭാഷയാണ്. ഇപ്പൊ സുറിയാനി ഭാഷ, കൽദായ ഭാഷയാണ് ഈ സുറിയാനി ഭാഷ. ഇപ്പൊ സുറിയാനി ഭാഷയിൽ ഇന്നും ഞങ്ങളുടെ അച്ഛന്മാർ ചൊല്ലുന്നത് അബ് ബ്രോ റൂഹോ എന്നാണ്. അബു ബ്രോ റൂഹോ കാദീശോ എന്നാ പറയുന്നത്. അബ് എന്ന് പറഞ്ഞാൽ പിതാവ്, ബ്രോ എന്ന് പറഞ്ഞാൽ പുത്രൻ, റൂഹ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും എന്നാണ് അബ്രഹാം എന്ന പേരിന്റെ തന്നെ അർത്ഥം. അപ്പോഴാണ് അബ്രഹാമിന് വെളിപ്പെട്ടോ എന്ന് ചോദിച്ചു വരുന്നത്. ട്രിനിറ്റിയുടെ മുദ്രയാണ്. ഈസ് എ സീൽ ഓഫ് ട്രിനിറ്റി, അതാണ് ദ നെയിം ഇറ്റ് സെൽഫ്. അതുകൊണ്ടാണ് ഞങ്ങൾ അബ്രഹാമിനെ ഞങ്ങളുടെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടി ഓർത്തിരുന്നു, അബു ബ്രോ റൂഹോ. ഇവിടെ കേൾക്കുന്ന സുറിയാനിക്കാരും യാക്കോയക്കാരും ഓർത്തോണം, നിങ്ങളുടെ അച്ഛൻ എപ്പോഴും പറയുന്നുണ്ട് അബു ബ്രോ റൂഹോ കാദീശോ എന്ന്. പക്ഷെ അത് അബ്രഹാമിന്റെ പേരാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇറ്റ് ഇസ് നെയിം, ദ വെരി നെയിം ഓഫ് അബ്രഹാം itself clearly states that God is a Trinity. Okay. ഞാനിപ്പോ പാസ്റ്റർ പറഞ്ഞ എന്താ വെച്ചാൽ ആ വിശ്വാസവുമായിട്ട് സഭ പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. ഡോക്ടർ ജോസഫ് ചെറിയാൻ ഓർത്തഡോക്സ് സഭ അധ്യക്ഷനായിരുന്നു. അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് ഒരു പുസ്തകം, യഹോവ എന്നുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പുസ്തകം എഴുതിയ ഭാഗത്ത് അദ്ദേഹം പറയുന്നത് എബ്രായ ദൈവിക സങ്കല്പമല്ല അപ്പസ്തോലിക സഭകളുടേത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ അബ്രാമിന്റെ ആ എബ്രായ ദൈവിക സങ്കല്പമല്ല സഭകൾക്കുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് അബ്രാമിന്റെ ദൈവവിശ്വാസ സങ്കല്പമാണ് ഇതെന്ന് പറയാൻ കഴിയുക? സഭ അത് അങ്ങനെയല്ലല്ലോ പഠിപ്പിക്കണേ. അതെങ്ങനെയാണ് ആകുന്നത്? എബ്രായ ദൈവിക സങ്കല്പമല്ല അപ്പസ്തോലിക സഭകളുടേതെന്ന് സഭാപിതാക്കന്മാർ പറയുമ്പോൾ നിങ്ങൾ പറയണു അബ്രാമിന്റെ ദൈവ സങ്കല്പാണെന്ന്. ഇത് രണ്ടും എങ്ങനെയാണ് ശരിയാവുന്നത്? പഴയ നിയമത്തിൽ ഈ ട്രിനിറ്റി ഹിഡനായിട്ടാണ് ഇരുന്നതെന്ന് കോശിച്ചായൻ പറഞ്ഞത് കേട്ടില്ലേ? അത് വെളിപ്പെടുകയാണ് പുത്രനിലൂടെ. മനസ്സിലായോ? ദൈവം പണ്ട് ഭാഗമായിട്ടും അംശമായിട്ടും വിവിധമായിട്ടും പിതാക്കന്മാരോട് അരുളി ചെയ്തെങ്കിൽ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അത് വെളിപ്പെടുത്തി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവർക്ക് അത് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. ഞങ്ങള് പുതിയ നിയമത്തിന്റെ പ്രകാശത്തോടുകൂടെ പഴയ നിയമത്തിന്റെ പുറങ്ങളെ നോക്കുമ്പോൾ അവിടെ ഞങ്ങൾക്ക് ട്രിനിറ്റേറിയൻ ഫെയ്ത്തിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ദർ ഇസ് നോ ലൈറ്റ് ഇൻ ഓൾഡ് ടെസ്റ്റമെന്റ് ഇറ്റ്സെൽഫ്. ഓൾഡ് ടെസ്റ്റമെന്റിനകത്ത് ആ ലൈറ്റ് ഇല്ല. ഓൾഡ് ടെസ്റ്റമെന്റ് ആ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് പുതിയ നിയമത്തിൽ കർത്താവാണ് ഞങ്ങൾക്ക് ആ ലൈറ്റ് തരുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ആ ദൈവത്തെയാണ് ഞങ്ങൾ ക്രൈസ്തവര് ആരാധിക്കുന്നത്. അതാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം. അതെ തീർച്ചയായിട്ടും പാസ്റ്റർ പറഞ്ഞ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ നിങ്ങളെ സഭാപിതാക്കന്മാര് ഇങ്ങനെ പറഞ്ഞു എന്തുകൊണ്ടാ? എബ്രായ ദൈവിക സങ്കല്പമല്ല അപ്പസ്തോലിക സഭകളുടേത് എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു. ഏത് സഭാപിതാവാ അങ്ങനെ പറഞ്ഞു? ഞാൻ ഡോക്ടർ ജോസഫ് ചെറിയാന്റെ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകവുമായി പിന്നെ ജോസഫ് ചെറിയാനല്ല, ജോസഫ് ചീരൻ. കുന്നംകുളത്തിൽ നിന്ന് വരുന്ന സാധനം കുന്നംകുളം അല്ലേ? ചീരനല്ല അദ്ദേഹം. പിന്നെ ഏതായാലും അങ്ങനെ ഒരു സഭാപിതാവിനെ ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് ഗ്രിഗോറിയോസ്, ബെസേലിയോസ്, ദിയസ്കോറോസ്, അന്തിമോസ്, ഫീലക്സിനോസ്, അങ്ങനെ ഏതെങ്കിലും ഞങ്ങളുടെ സഭാപിതാക്കന്മാരും എല്ലാം പറഞ്ഞാലും എടുക്കത്തുള്ളൂ. ഇപ്പം ഏതെങ്കിലും ജോസഫ് ചീരൻ പറഞ്ഞൊന്നും നമുക്ക് അറിയത്തില്ല. എന്തായാലും അങ്ങനെ ഒരു പിന്നെ അദ്ദേഹം പിന്നെ ഈ രണ്ട് ദൈവ സങ്കല്പങ്ങളെ കുറിച്ചിട്ടും പിന്നെ അത് യൂനിസുബായി ഇത് കേക്ക്. ദൈവ സങ്കല്പങ്ങള് ഈ ഇസ്ലാമിന്റെയും യഹൂദന്റെയും ക്രിസ്ത്യാനിയുടേതും ഒന്നല്ല. മനസ്സിലായോ? യഹൂദന്റെ യഹോവയും മുസ്ലിമിന്റെ അള്ളാഹു ഞങ്ങളുടെ ട്രിനിറ്റിയും ഇതൊന്നായിരുന്ന പിന്നെ ഒന്നായിട്ട് അങ്ങ് പോയപ്പോഴേ. ഇത് 3 വ്യത്യസ്ത മതങ്ങളല്ലേ? പിന്നെ ഇതെങ്ങനെയാ ഇതാകുന്നത്? അതന്നെയാണ് ഞാനും പറഞ്ഞതേ. തൃത്വ സങ്കല്പമാണ് പിന്നെ ക്രൈസ്തവരുടേത്. അതേസമയം തന്നെ എബ്രായ ദൈവ സങ്കല്പം എന്ന് പറയുന്നത് അവിടെ തൃത്വത്തെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. അവരുടെ വിശ്വാസം അങ്ങനെ ആയിരുന്നില്ല. അത് തന്നെയാണ് എബ്രായരുടെ ഇത് എങ്ങനെയാണ്? എബ്രായരുടെ വിശ്വാസ പ്രമാണം അവര് ഏറ്റുചൊല്ലുന്നത് എങ്ങനെയാണ്? ക്ഷേമ പ്രാർത്ഥനയുണ്ട് അവരുടെ. എന്താണത്? അതെ, അവർക്ക് പിന്നെ ഏക ദൈവത്തിൽ പ്രപഞ്ച സൃഷ്ടാവായ ഒറ്റ ഏക ദൈവം. എങ്ങനെയാന്ന് പറയുന്നത്? ക്ഷേമ ഇസ്രായേൽ എന്താണ് അവർ പറയുന്നത്? യൂനിസ് ബായിക്ക് അറിയോ? ഇസ്രായേലെ കേൾക്കാം. ക്ഷേമ ഇസ്രായേൽ
എലോഹിനു, ആ അദോനായി, എലോഹിനു, എഹാദ്. യഹാദ് യഹാദ് ആ യഹാദ് ആ ആ അതെ. ആ ക്ഷേമ പ്രാർത്ഥനക്കകത്ത് എത്ര ദൈവത്തെ പറയുന്നുണ്ട്? ഒറ്റ ദൈവത്തെ കുറിച്ചിട്ടേ പറയുന്നു. അതെങ്ങനെയാ? ക്ഷേമ ഇസ്രായേൽ, എലോഹിനു, അദോനായി, എലോഹിനു. അപ്പൊ എത്രയാണ്? ആ ആ അതവിടെ എലോഹീനു എന്ന് പറയുന്ന എലോഹീനു അതാ സ്ഥാനം. ക്ഷേമ ഇസ്രായേൽ, അദോനായി, എലോഹിനു, അദോനായി. അതായത് 2 അദോനായി 1 എലോഹിനു ഉണ്ട് ഇല്ലേ? അതാ അങ്ങനെയാണോ? പിന്നെ പറയട്ടെ. ക്ഷേമ പ്രാർത്ഥനയില് 2 അദോനായി 1 ഏലോഹിനും ഉണ്ട്. അദോനായി എന്ന് പറഞ്ഞാൽ കർത്താവാണ്. ഞങ്ങളുടെ വിശ്വാസ പ്രമാണത്തിൽ, നിക്കാ വിശ്വാസ പ്രമാണത്തിൽ 2 കർത്താവുണ്ട്. കർത്താവായ യേശുവും കർത്താവായ പരിശുദ്ധാത്മാവും. പരിശുദ്ധാത്മാവിനെയും കർത്താവ് എന്ന് പറയുന്നത് സകലത്തെ ജീവിപ്പിക്കുന്ന കർത്താവ്. അപ്പൊ 2 കർത്താവും 1 ദൈവവുമാണ്. പിതാവായ ദൈവവും 2 കർത്താവും. ഞങ്ങളുടെ വിശ്വാസ പ്രമാണത്തിൽ ഈ ക്ഷേമ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവൻ അവൻ ക്ഷേമ ഏറ്റു പറയുമ്പോൾ 2 അദോനായി 1 ഏലോഹിനും പറയുന്നു. ക്രൈസ്തവൻ 2 അദോനായി 1 ഏലോഹിനും പറയുന്നു. പക്ഷെ അവരറിയാതെ പറഞ്ഞു, ഞങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് പറയുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. അപ്പൊ അറിയാതെയാണ് അവർ ഈ ക്ഷേമ പറയുന്നത്. അതിനകത്ത് ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. പക്ഷെ പാസ്റ്റർ നിങ്ങൾ പറയുന്ന പോലെ ഒരു പിന്നെ അവർക്കൊരു വ്യാഖ്യാനം ഉള്ളതായിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ? യഹൂദന്മാർക്ക് ഉണ്ട്. യഹൂദ റബി ആയ യേശു ക്രിസ്തു അത് വ്യാഖ്യാനിച്ചു. യഹൂദ പറയട്ടെ, ഈ വാസ് എ റബി. യേശു റബിയാന്നുള്ളത് നിങ്ങൾക്ക് തർക്കമുണ്ടോ? ഈ കഴിഞ്ഞ ദിവസം ആരാണ്ട് ഇവിടെ വന്ന് ചോദിച്ചു, ഏതെങ്കിലും റബി പറഞ്ഞിട്ടുണ്ടെന്ന്? ഉണ്ട്. റബി എന്ന് എല്ലാവരും വിളിച്ചോണ്ട് ജീസസ് വാസ് എ റബി. ഒരു ജൂവിഷ് റബി ആയ യേശു ആണ് ഇത് പഠിപ്പിച്ചത്. ജൂവിഷ് റബി ആയ യേശു ഇതിങ്ങനെ വ്യാഖ്യാനിച്ചു. അപ്പൊ റബിക്ക് മാത്രമേ വ്യാഖ്യാനിക്കാൻ അധികാരമുള്ളെന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാളെന്ന് പറഞ്ഞു. യെസ്, ജീസസ് വാസ് എ റാബി. അദ്ദേഹമാണത് വ്യാഖ്യാനിച്ചത്. അതിനാണ് യേശു 30 വർഷം വെയിറ്റ് ചെയ്തത്. അല്ലാതെ ദൈവപുത്രനായ യേശുവിന് 12ാമത്തെ വയസ്സിൽ തന്നെ ഇതെല്ലാം അറിയാമായിരുന്നു. 12ാമത്തെ വയസ്സിൽ തന്നെ ജ്ഞാനികളെ തർക്കത്തിൽ പരാജയപ്പെടുത്തുകയാണ്. പക്ഷെ റബി ആകണേ 30 വയസ്സ് വേണം. അതുകൊണ്ടാണ് ഈ പേഷ്യന്റ്ലി വെയിറ്റഡ് ടു അപ് ടു 30th year. ആ 30ാമത്തെ വയസ്സിൽ അദ്ദേഹം റബി ആയി കഴിഞ്ഞിട്ട് വ്യാഖ്യാനിച്ചു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഇതിങ്ങനെയാണ്. എന്റെ പിതാവുണ്ട്, ആ പിതാവിൽ നിന്ന് ഞാൻ അയക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. അപ്പൊ അവരിത് അറിയാതെ പറഞ്ഞു, ഞങ്ങൾക്കിത് അറിഞ്ഞുകൊണ്ട് പറയാൻ പറ്റുന്നു. അപ്പൊ ട്രിനിറ്റി എന്നുള്ള അത് അവർക്ക് കൺസീൽഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞത്, ന്യൂ ടെസ്റ്റ്മെന്റ് വാസ് കൺസീൽഡ് ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്, ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഈസ് റിവീൽഡ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്. അതാണ് ഇത് തമ്മിലുള്ള ബന്ധം. പക്ഷെ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ഡാർക്ക്നെസ്സിലായിരുന്നു. അതുകൊണ്ട് അവർക്കത് മനസ്സിലായില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി വന്നു കഴിഞ്ഞു, യേശു ക്രിസ്തു എന്ന റബ്ബി പറഞ്ഞപ്പം അത് ഫോളോ ചെയ്തവർ മുഴുവൻ യഹൂദന്മാർ തന്നെയായിരുന്നു. ആദിമ ക്രൈസ്തവർ എന്ന് പറഞ്ഞാൽ 100% ജൂതരായിരുന്നു. അല്ലാതെ ഇത് അവർക്ക് അറിയാമല്ലാഞ്ഞിട്ടല്ല, അവർക്ക് അറിയാമായിരുന്നു. അല്ല, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോ ക്രൈസ്തവര് ഇത് പിന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറഞ്ഞ ഒരു അസ്തിത്വത്തെ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇതുപോലൊരു വ്യാഖ്യാനം, ഇങ്ങനെയുള്ള ഒരു വ്യാഖ്യാനം യഹൂദ റബ്ബിമാര് കൊടുത്തിട്ടില്ല, അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. ഇത് ക്രൈസ്തവരാണ് ഇത്തരം ഒരു അവസ്ഥ ദൈവത്തിൽ ഉണ്ടെന്ന് ലോകത്തോട് പറഞ്ഞത്. ഇങ്ങനെ അത് ഇത്രയും മറ്റേ ഈ പറഞ്ഞ പോലെ സത്തയിൽ 3 ആളത്തുണ്ടെന്ന് വ്യക്തമായിട്ട് ലിഖിത രൂപത്തിൽ എഴുതി അതിനെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ക്രൈസ്തവരാണ്. ഈ രൂപത്തിൽ ഒരിക്കലും തന്നെ യഹൂദന്മാർക്ക് ഒരു വിശ്വാസമില്ല. അതുകൊണ്ട് അവരെ എഴുതി പിടിപ്പിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ യേശുക്രിസ്തുവിനെയാണ് കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തില് യേശുക്രിസ്തു പിന്നെ ഇങ്ങനെ ഒരു സത്തയിൽ 3 ആളത്തുണ്ടെന്ന് ആരെയും പഠിപ്പിച്ചിട്ടില്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. കാരണം ആവർത്തനം 6:4 വായിച്ചു കൊടുക്കുക ചെയ്തത്. യഹൂദന് അവിടെ പിന്നെ നിത്യജീവൻ കിട്ടാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ ആവർത്തനം 6:4 വായിച്ചു കൊടുത്തപ്പോൾ അവനത് ക്ലിയർ ആയി. അവിടെ യേശുക്രിസ്തു നിങ്ങൾ പറഞ്ഞ പോലെ 3 ആളത്തുണ്ട് എന്ന് പറഞ്ഞ് വിശദമായി പഠിപ്പിച്ചിട്ടൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അവിടെ 3 ആളത്വത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല എന്നാണ് യേശുക്രിസ്തുവിന്റെ പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അദ്ദേഹത്തിന്റെ പഠനത്തിൽ ട്രിനിറ്റി ഉണ്ട്. അത് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 14, 15, 16, 17 ഈ 4 ചാപ്റ്റർ ട്രിനിറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. 4 ചാപ്റ്റർ യേശുക്രിസ്തു ട്രിനിറ്റിയെ സംബന്ധിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന തൗഹീദിനെ പറ്റി ചർച്ചയ്ക്ക് ക്ഷണിച്ചായിരുന്നു, പക്ഷെ ഇവിടെ ഒരാൾ ഷോ അപ്പ് ചെയ്തിട്ടില്ല. ഈ ട്രിനിറ്റി ആണോ തൗഹീദാണോ ശരിയായ ദൈവവിശ്വാസം എന്നുള്ളതിൽ ഇവിടെ എത്രയോ നാൾ ഞങ്ങൾ ഓപ്പൺ ചലഞ്ച് ഇട്ടു. ഒരു മനുഷ്യന് ഷോ അപ്പ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് തൗഹീദ് ശരിയെന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാം? ഞങ്ങൾ സ്ഥാപിക്കാമല്ലോ ട്രിനിറ്റിയാണ് ശരിയെന്ന്. കാരണം ഈ റൂമിന്റെ ഒരു ഡെക്കോറത്തിന് ചേർന്നല്ല നമ്മുടെ ഈ 1-to-1 സെഷൻ. അതുകൊണ്ട് യൂനിസ് വായിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആഴ്ച ഒരു റൂം ഇട്ടച്ച്
ഞാൻ ട്രിനിറ്റി പറയാൻ യൂനിസ് ഭായി തൗഹീദും പറഞ്ഞു. ഓക്കെ അല്ലേ? അല്ല, അത് മറ്റൊരു വിഷയമാണ്. നമ്മള് പിന്നെ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അത് നമുക്ക് മറ്റൊരവസരത്തില് പിന്നെ ആകാവുന്നതാണ്. എന്നാ പിന്നെ ഇവരെ നമ്മള് ഉപദ്രവിക്കണം, നമുക്ക് മൈക്ക് അടച്ചു വെക്കാം, ഇവരുടെ പരിപാടി നടക്കട്ടെ. ക്രിസ്ത്യാനിയോട് നിങ്ങൾ ബഹുദൈവ വിശ്വാസികളല്ലേ എന്ന് ട്രിനിറ്റി വിശ്വാസികളോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ ബഹുത്വത്തിൽ ഏകത്വമാണ് എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ ബഹുത്വം ഉള്ള സത്ത എന്നത് ഏകത്വവും വ്യക്തികൾ എന്നത് ബഹുത്വമാണ് എന്ന് അവർ വിശദീകരിക്കാറുണ്ട്. സത്തയിൽ ഒന്നും വ്യക്തികൾ മൂന്നെണ്ണം എന്ന്, അത് ബഹുത്വത്തിൽ ഏകത്വം. ഇതാണല്ലോ നിങ്ങളുടെ നിലപാട്. എങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ആരാധിക്കുന്നത് ബഹുത്വം എന്ന വ്യക്തികളെയാണോ ഏകത്വം എന്ന സത്തയെയാണോ എന്നാണ് ചോദിക്കുന്നത്. ഇത് നമ്മൾ എടുക്കുന്ന കാര്യം ദൈവം എന്നത് അധികാരമായിട്ടാണ് കാണുന്നത്. ദൈവം ഒരു അധികാരത്തിൽ 3 വ്യക്തികൾ ഉണ്ടെന്ന് തന്നെയാണ്. ആ 3 വ്യക്തികളെയും നമ്മൾ ആരാധിക്കുന്നുണ്ട്. അതിനകത്ത് വ്യതിരിക്ത വ്യക്തികളല്ല, ആ വ്യക്തികള് സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നായി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പൊ നിങ്ങള് മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരങ്ങൾ എപ്പോഴും ഏകത്വ ദൈവം എന്ന് പറയും, ഇതൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് തന്നെയാണ്, ബഹുത്വമാണ്. കാരണം അള്ളാഹുവിനെ കുറിച്ച് വെളിപ്പെടുത്തിയത് മുഹമ്മദാണ്. മുഹമ്മദിനെ കൂടാതെ നിങ്ങൾക്കൊരു ഏകദൈവം ഇല്ല. അപ്പൊ ഒരാൾ ഏകദൈവ വിശ്വാസിയായിട്ട് ഇപ്പൊ ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ മുഹമ്മദിനെ കൂടാതെ അള്ളാഹുവിനെ ആരാധിക്കാൻ പറ്റത്തില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ നിങ്ങളിലും എന്തുണ്ട്? ബഹുത്വമുണ്ട്. അവിടെ മുഹമ്മദും ഒരു ദൈവമായിട്ട് വർത്തിക്കുകയാണ് അവിടെ. താങ്ക് യു. ഞങ്ങളത് എനിക്കറിയാം, ഞാൻ നിശ്ചയിച്ചോളാം അത് പ്രകാരം. അത് കോശിച്ചാൻ മറുപടി വേണ്ട. ഞാൻ ചോദിക്കുന്നതല്ല, നിങ്ങൾ ആരാധിക്കുന്നത് തന്നു. നിങ്ങൾ വീണ്ടും ഞാൻ പറഞ്ഞു വ്യക്തികളെ തന്നെയാണ് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ വ്യക്തികളെ തന്നെയാണ് ആരാധിക്കുന്നത്. അപ്പൊ നിങ്ങൾ ബഹുദൈവ ആരാധകരാണ്. ദൈവം എന്നത് ഞങ്ങൾക്ക് അധികാരമാണെന്ന് സഹോദര. ദൈവം എന്നുള്ളത് നിങ്ങൾ കാണുന്ന പോലെ ദൈവം എന്നുള്ളത് ഒരു എൻറ്റിറ്റി ആയിട്ടല്ല ഞങ്ങൾ എടുക്കുന്നത്. ദൈവം എന്നത് അധികാരമായിട്ട് എടുക്കുന്നത്. ആ അധികാരത്തിൽ 3 വ്യക്തികൾ ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് ഒരധികാരമാണ്, ഒരു സ്നേഹമാണ്, ഒരൈക്യമാണ്, ഒരു വാക്കാണ്. അത് 3 വ്യക്തികൾ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടോന്നല്ല ഞാൻ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ബഹുദൈവ നീ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അതായത് ഒരു വ്യക്തി ഇനി ദൈവം എന്നുള്ള ഒരു ഏക ദൈവത്തെ ആരാധിച്ചാലും അത് മുഹമ്മദിനെ കൂടാതെ അത് വിശ്വസിക്കാൻ പറ്റില്ല എന്നാ നിങ്ങളാണ് കുടുങ്ങിക്കിടക്കുന്നത്, ഞങ്ങളല്ല. മുഹമ്മദിനെ ആരാധിക്കാൻ പാടില്ല സുഹൃത്തെ. അപ്പൊ ഇസ്ലാമിന് പുറത്താണ്. ഞാൻ പറഞ്ഞു മുഹമ്മദ് ഇല്ലാതെ നിങ്ങൾക്ക് അള്ളാഹു ഇല്ലല്ലോ. അപ്പൊ അവിടെ ആരാധന മുഹമ്മദ് ഷെയർ ചെയ്യുമല്ലോ സഹോദര. ഇല്ലാന്ന് പറഞ്ഞാല് മുഹമ്മദ് ഇല്ലാത്ത കാലത്തും അള്ളാഹു ഉണ്ടായിരുന്നു കോശിച്ചായ. എന്നാ നിങ്ങൾ പറ മുഹമ്മദിനെ കൂടാതെ അള്ളാഹു വർഷങ്ങളായിട്ടുള്ള മുഹമ്മദ് ഭൂമിയിൽ നിങ്ങൾ വാക്സാമർത്ഥ്യം അർത്ഥമല്ല. നിങ്ങൾ ബഹുദൈവ വിശ്വാസികളാണോ ബഹുദൈവ ആരോപണം തന്നെ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ബഹുദൈവ ആരാധകരാണ് പറഞ്ഞു. അങ്ങനെ ആരോപിക്കുമ്പോൾ നിങ്ങൾ അത് തന്നെയാണ് ഞാൻ പറഞ്ഞോളൂ. അദ്ദേഹത്തിന് ആൻസർ കേൾക്കാം പ്ലീസ്. അബ്ദുൽ ഇടയ്ക്ക് മയക്കിട്ട് അതായത് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു. അതേ നിങ്ങൾ ആരോപിക്കുന്ന ബഹുദൈവം എന്നുള്ള ഇത് പറയുമ്പോൾ നിങ്ങളും അത് തന്നെയാണെന്നാ പറയുന്നത്. അതായത് മുഹമ്മദിനെ കൂടാതെ അള്ളാഹു ഇല്ല. അപ്പൊ പിന്നെ നിങ്ങൾക്ക് മുഹമ്മദിനെ മാറ്റി നിർത്തിയിട്ട് അള്ളാഹു എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വം ഒരു ദൈവം നിങ്ങൾക്കില്ല. അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക് അള്ളാഹു നിലനിൽക്കുന്ന മുഹമ്മദിലാണ്. അപ്പൊ മുഹമ്മദിനെ മറ്റുള്ളവർ ബഹുദൈവം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തള്ളി മറക്കുന്നോണ്ട് പറയുന്നത് ഇടയ്ക്ക് വന്നിട്ട് തള്ളുന്നു. ബഹുദൈവം എന്നുള്ളത് തെറ്റാണ് സഹോദര. 2 അധികാരമില്ല, പല അധികാരമില്ല. ഞങ്ങൾക്ക് ദൈവം എന്നുള്ളത് അധികാരമാണ്, അതാണ് ഡെഫിനിഷൻ. അപ്പൊ ആ ദൈവത്തിൽ 3 വ്യക്തികളുണ്ട്, അപ്പൊ ഒരധികാരമാണ്. അപ്പൊ ബഹുദൈവം എന്നുള്ളത് നിങ്ങൾക്കാണ്, കാരണം നിങ്ങൾക്ക് 2 അധികാരമുണ്ട്. നിങ്ങൾ ആരാധിക്കുന്നത് നിങ്ങൾ അധികാരത്തെയാണ് ആരാധിക്കുന്നത് അതോ വ്യക്തികളെയാണ് ആരാധിക്കുന്നത്? അപ്പൊ 3 വ്യക്തിത്വമാണ് ബഹുദൈവ ആരാധനയില്ലേ? നിങ്ങൾ കുറച്ചുകൂടെ ചിന്തിച്ചു നോക്കാം. നിങ്ങൾ ഇതിന്റെ റിപ്ലൈ ഒന്ന് കേട്ടു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ അബദ്ധം ഒന്ന് മനസ്സിലാവും. താങ്ക് യു. സാഗർ സാറേ, പുള്ളി ചോദിച്ചിട്ടേക്കട്ടെ. കോശിച്ചായം വരുമ്പോഴോ ആര് വരുമ്പോഴെങ്കിലും മറുപടി പറയാം. ചോദിച്ചിട്ടേക്കട്ടെ. ഇതിപ്പം പുള്ളിയെ ശ്വാസം മുട്ടിക്കാതെ പുള്ളിക്ക് അത് ചോദിക്കാൻ മുട്ടി നിൽക്കുന്നെങ്കിൽ പിന്നെ അത് ചോദിക്കട്ടെ. നിങ്ങൾ പറഞ്ഞില്ല, നിങ്ങൾക്ക് പറയാൻ പറ്റും. നിൽക്കുന്നേ അതുകൊണ്ടൊന്ന് ചോദിച്ചേക്കാം. അന്തരീക്ഷത്തിൽ കിടക്കട്ടെ. അതായത് പിന്നെ യോഹന്നാൻ 20:22 യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞുള്ള കാര്യമാണ് കേട്ടോ. 22 നമ്മളിങ്ങോട്ട് വായിച്ചു വരുമ്പോൾ 20:22 വാക്യം ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി
യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ മേൽ ഊതിയിട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പോ യേശുക്രിസ്തു ഊതുമ്പോ കയറുന്നതാണോ ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തി? ഊതി കയറ്റാൻ പറ്റുമോ അങ്ങനെ? ചോദ്യം അന്തരീക്ഷത്തിൽ കിടന്നോട്ടെ, ആലോചിച്ചെല്ലാവരും അത് പിന്നെ പറഞ്ഞാൽ മതി. എനിക്ക് ഉടൻ ഉത്തരം വേണമെന്നില്ല. ഇതിപ്പോ ഒരു സൺഡേ സ്കൂളിൽ പഠിച്ച കൊച്ചു വേണമെങ്കിലും പറയാവുന്ന ചോദ്യം. ഞാൻ വിചാരിച്ചതുണ്ട് വലിയ സംഭവം. കുഴപ്പമില്ല, അനിമോനെ. എന്റെ പൊന്നു സുഹൃത്തെ, അത് അജോ സഹോദരൻ, നിങ്ങൾ ഈ ബൈബിള് മാത്രം എന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നത് കൊണ്ടാ ഈ ഊതിയ കേറു അതുകൊണ്ടല്ലേ കേറും. ആ കേക്ക് ചോദ്യം ചോദിച്ചല്ലേ, മറുപടി ഒരാൾ പറയാ തയ്യാറായ പിന്നെ അത് കേട്ടോ. എന്തായാലും മുട്ടിയിരുന്നില്ലേ. ഊതിയാലും കേറും, കൈവച്ചാലും കേറും. അങ്ങനെ കൈവപ്പിലൂടെയും കേറുന്ന, കൈവപ്പിലൂടെ പിന്നെ നമ്മുടെ പത്രോസിൽ നിന്ന് കൈവച്ചപ്പോഴും പരിശുദ്ധാത്മാവ് കയറി. അവിടെ ഊതിയതും ഇല്ല പിടിച്ചതും ഇല്ല, തലയെ കൈവച്ചാലും കേറും. അപ്പൊ അങ്ങനെ പരിശുദ്ധാത്മാവ് പല രീതിയിൽ കയറും. ഇതിപ്പം സൺഡേ സ്കൂൾ പിള്ളേർ പറയുന്ന കാര്യമല്ലേ, ഇതാണ് അത്ര വലിയ ചോദ്യം. ഊതിയ മാത്രമല്ല, കൈവച്ചാലും കയറും. അതിന് തന്നെ ബൈബിളിനകത്ത് വാക്യമുണ്ട്. കൈവച്ചപ്പോൾ അത് അവര് സ്നാനമേറ്റിരുന്നു. പക്ഷെ അവർക്ക് സ്നാനമേറ്റ ശേഷം പരിശുദ്ധാത്മാവ് വന്നില്ല. പുള്ളി ചെല്ലുന്നു, കൈവെക്കുന്നു, പരിശുദ്ധാത്മാവ് വരുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് ഊതിയ മാത്രമല്ല, കൈവച്ചാലും വരും. അപ്പൊ കൈവച്ചാൽ എങ്ങനെ വരും? ഈ ഊതിയാൽ കയറിയ ആൾ എങ്ങനെ ഈ തലേ കൈവെക്കുമ്പോ കയറും? മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ ലോജിക്കില്ലാത്ത ചോദ്യം. ബാക്കി പറയട്ടെ. അപ്പോ ഈ ഊതുമ്പോഴും കൈവെക്കുമ്പോഴും ഒക്കെ കയറുന്ന വ്യക്തികളല്ല. വ്യക്തിയെ അങ്ങനെ ഊതിക്കയറ്റാൻ പറ്റുകയില്ല, കൈവച്ചും കയറ്റാൻ പറ്റുകയില്ല. കാരണം പിന്നെ പിതാവ് ആരുടെയെങ്കിലും മേൽ കൈവച്ച് പുത്രനെ കൈക്കൊള്ളൂ എന്ന് പറഞ്ഞ് കയറ്റിയിട്ടില്ല. പിതാവ് ഊതിയിട്ട് ഒരു വ്യക്തി ആരുടെ ഉള്ളിൽ കയറ്റിയിട്ടില്ല. മനസ്സിലായോ? പുത്രനും ഊതിയാൽ കയറുന്നത് എന്താണോ അത് വ്യക്തിയല്ല. വ്യക്തിയെ ഊതിക്കയറ്റാനോ കൈവച്ച് കയറ്റാനോ പറ്റില്ല അനിമോനെ. ഇത് താങ്കൾ വല്ലയിടത്തും പിന്നെ സൺഡേ സ്കൂൾ പിള്ളേരെ പഠിപ്പിച്ചെങ്കിൽ ആദ്യം തിരുത്തണം. ഇങ്ങനെ മക്കളെ, ഈ വ്യക്തിയെ ഊതിക്കയറ്റാൻ പറ്റുകയില്ല, കൈവച്ച് കയറ്റാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞ് ആദ്യം പഠിപ്പിക്കണം. അല്ലെ പിള്ളേരെ അനിമോനെ കളിയാക്കും. അല്ല അതെ അജൻ സാറിന് കാര്യങ്ങളെ പറ്റി വലിയ പിടുത്തം ഇല്ലാത്തോണ്ട് അജൻ സാർ ഇങ്ങനെ, അല്ല സാർ അജോ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് വലിയ പിടുത്തം ഇല്ലാത്തോണ്ട് ഈ കാര്യങ്ങളെ പറ്റി. അപ്പം അജോ സാറ് കർത്താവ് പറഞ്ഞ എന്താണെന്നറിയോ? ഞാനൊരു കാര്യസ്ഥനെ തരും, നിങ്ങൾ അവനെ പ്രാപിക്കുന്നത് വരെ പിന്നെ പോവരുതെന്നാ പറഞ്ഞത്. മനസ്സിലായോ? അവനെ പ്രാപിക്കുക നമ്മൾ ചെയ്യുന്നത്, അല്ലാതെ അവനെ നമ്മൾ നേരിട്ട് കാണുമല്ല. പക്ഷേ ക്രിസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടതാ കേട്ടോ. അപ്പം കണ്ടതും ശരീരത്തിലുള്ളതുമായ ക്രിസ്തു, അത് ഒരു വ്യക്തിയാണ്. ഈ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വേറൊരു കാര്യസ്ഥനെ അയക്കും എന്ന് പറയുന്നത് അതും ഒരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തി മനുഷ്യന്റെ ഉള്ളിലേക്ക് വരുന്നത് സ്പിരിച്വൽ ആയിട്ടാണ്. മനസ്സിലായോ? അപ്പൊ അതാണ് അവിടുത്തെ വ്യത്യാസം. ഇത് താങ്കൾ ബൈബിൾ വായിച്ചിട്ടുള്ള ആൾ ഇത് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ താങ്കൾക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഇതൊരു സ്പിരിറ്റ് ആണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. പരിശുദ്ധ ആത്മാവെന്ന് മലയാളത്തിൽ പറയും. ദാറ്റ്സ് ഇറ്റ്. കോശിച്ചാനോ കണ്ടോ നിങ്ങള് അങ്ങനല്ല. പുള്ളി നേരത്തെ വന്ന് പറഞ്ഞത് സാരാഗ്രഹികൾ ഡയറക്റ്റ് വയ്ക്കാം. സാരഗ്രഹം വന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടെ തീർത്തിട്ട് നമുക്ക് സെക്കൻഡ് അതുകൂടെ തീർത്തിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് പോവാം. അല്ലെങ്കിൽ കണ്ടിന്യൂ പോകും. അതുകൊണ്ടാണ്. അപ്പൊ ചോദിച്ചു പെട്ടെന്ന് തന്നെ കേട്ടോ ആജോ. അത് ഇത് തന്നെ. പിന്നെ സാരാഗ്രാഹി പാഷ അതായത് യോഹന്നാൻ 20:22 പറയുന്നു. ഇത് പറഞ്ഞ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് അവൻ ശിഷ്യന്മാരോട് പറയുകയാണ്, ഇത് പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. അപ്പൊ താങ്കളുടെ അഭിപ്രായത്തില് പിതാവ് ഒരു വ്യക്തി, പുത്രൻ ഒരു വ്യക്തി, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി, മൂന്നും കൂടെ ചേർന്ന് ഒന്നാണെന്ന് വെച്ചാൽ ഒന്നാണെന്ന് വെച്ചാൽ അല്ല മൂന്നാന്ന് പറയും, മൂന്നാണെന്ന് വെച്ചാൽ അല്ല ഒന്നാന്ന് പറയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളിങ്ങനെ മനുഷ്യ ഇത് കറക്കിക്കൊണ്ടിരിക്കും. ആ സമയം ഈ പരിശുദ്ധാത്മാവിന് ഒരു കുഴപ്പമുണ്ട്, ഊതുമ്പോ കേറും. ഇത് പറഞ്ഞ ശേഷം അവരുടെ മേൽ ഊതി. ആരുടെ മേലാ? പിന്നെ ഈ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. അപ്പൊ ഊതുമ്പോ കേറുന്നതാണ്. ഒരു വ്യക്തി അങ്ങനെ ഊതിക്കയറ്റാൻ പറ്റുമോ? ഈ മണ്ണുകൊണ്ട് ആദാമിനെ സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിലേക്ക് ഊതി, അപ്പൊ കേറി തന്നതാ വ്യക്തിയാണോ? ജീവശ്വാസം അവിടെ തന്നെ പറയുന്നുണ്ടല്ലോ ജീവശ്വാസമാണെന്ന്. ആ ശ്വാസം എന്നുള്ളതിനെ ന്യൂമാന്നാ പറയുന്നത്, കാറ്റ്. അതാണ് ആത്മാവിന്റെ ഗ്രീക്കാണ്.
നിങ്ങൾ ആദ്യം ആത്മാവിന്റെ ഭാഷ ഗ്രീക്ക് പഠിക്കും. ഒന്നുമല്ല അത്. ആത്മാവിന്റെ ഗ്രീക്ക് അതല്ല, കാറ്റിന്റെ ഗ്രീക്ക് അത്. ന്യൂമ എന്ന് പറഞ്ഞാൽ അതാണ്. ന്യൂമ എന്ന് പറഞ്ഞാൽ കാറ്റാണ്. അത് ഞാൻ കാറ്റ് സമ്മതിച്ചു. ഇഷ്ടമുള്ള ഇവര് ആത്മാവിന്റെ ഗ്രീക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാവുന്നത്? അതാ ആത്മാവിന്റെ ഗ്രീക്കാണ് ന്യൂമ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഗ്രീക്ക്. ആത്മാവെന്ന് പറയുന്നത് ബൈബിളിൽ പല അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോ ഇവിടെ ബൈബിൾ ക്ലാസ് എടുക്കാറില്ല. എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് അതാ പറഞ്ഞ ദൈവം അവിടെ ഊതിയത് ആത്മാവെന്ന് പറഞ്ഞാൽ അത് ശ്വാസമാണ്. അതാ ഞാൻ ചോദിക്കുന്നത് സുഹൃത്തെ. ദൈവം മണ്ണുകൊണ്ട് സൃഷ്ടിച്ചത് എന്താണ്? മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ശരീരമല്ലേ? അതെ, അതിലേക്ക് ശ്വാസം ഊതി. ഓക്കെ ശരീരമാണ്. അജോ എന്ന് പറയുന്ന ആള്, ആ വ്യക്തി, പേഴ്സൺ അജോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരമാണോ അതോ ശരീരമല്ലയോ? ഏതാണ് അജോ എന്ന പേഴ്സൺ? പേഴ്സണാണ് ജീവനുള്ളവനായിരിക്കുമ്പോഴാണ്. അതായത് ചോദ്യത്തിന് ഉത്തരം പറയണം. നിങ്ങൾ അജോ എന്ന് പറഞ്ഞാൽ ശരീരമാണോ അല്ലയോ? എന്റെ ശരീരവും ശ്വാസോച്ഛ്വാസം ആരോഗ്യം, അതായത് ജീവനുള്ള ശരീരം. അപ്പോഴാണ് ഞാൻ അതല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾ എന്ന വ്യക്തി, അജോ എന്ന വ്യക്തി, പേഴ്സണെ പറ്റിയാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത്. അജോ എന്ന വ്യക്തി ആ ശരീരമാണോ അല്ലയോ? ശരീരം മാത്രമല്ലെന്നേ, ശരീരത്തിന് ജീവൻ അതല്ല എന്റെ ചോദ്യം. ആണോ അല്ലയോ? മരിച്ചു കിടക്കുന്ന മരിച്ചു കഴിയുമ്പോ പാസ്റ്ററിനെ വിളിക്കും. ഡെഡ് ബോഡി എന്നാ പറയുന്നത്. മോർച്ചറി ഇത് കേക്ക്. അജോ മരിച്ചാൽ അജോയുടെ ശവോന്നേ പറയത്തുള്ളൂ, അജോ എന്ന് പറയത്തില്ല. അത് തന്നെ ഇപ്പൊ കറക്റ്റ് പോയിന്റ് വന്നു പാസ്റ്റർ. അജോയ്ക്ക് ജീവൻ ഉണ്ടായിരിക്കണം. അത് കേക്ക് സുഹൃത്തെ. അപ്പൊ അജോ എന്ന് പറയുന്നത് അവിടുന്ന് പോയി. ആ ശരീരമല്ല അജോ. പോയില്ല, ആ ശരീരം പോയില്ല, അജോ ഇല്ലാതായി. പറയട്ടെ സഹോദരൻ, ഇല്ലാതായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. സത്യക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഇല്ലാതാകുന്ന പരിപാടിയില്ല. അത് നിങ്ങൾ യഹോവക്കാരാണ് ഇല്ലാതായെന്ന് വിശ്വസിക്കുന്നത്. ഇത് കേക്ക്. ഞങ്ങളുടെ വിശ്വാസത്തിൽ മരണത്തോടെ വ്യക്തി ഇല്ലാതായിരുന്നു. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ നിങ്ങൾ യഹോവ സാക്ഷിക്കാരന്റെ വിശ്വാസം കൊണ്ട് കടക്കുന്നു. ഞങ്ങൾ ബൈബിൾ തോട്ടികളാ ചുമ്മാ അല്ല. ഞങ്ങൾ പറയട്ടെ, നിങ്ങളാണ് സീസ് ടു എക്സിസ്റ്റ് എന്ന് പറഞ്ഞ്. യഹോവ സാക്ഷിക്കാരനെ സംബന്ധിച്ച് ചാകുന്നതോടുകൂടി ഇല്ലാതായി. കേട്ടില്ല അയാൾ പറഞ്ഞേ. അവർക്ക് പ്രത്യാശയില്ല. ലോകത്ത് പ്രത്യാശയില്ലാത്ത വർഗമാണ് ഈ യഹോവ സാക്ഷിക്കാർക്ക്. ദേ ഹാവ് നോ ഹോപ്പ്. അപ്പൊ അവര് വന്നിട്ട് പറഞ്ഞു സീസ്റ്റ്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. ഒരാള് മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരമല്ല ആള്. ആ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അൺസീൻ ഘടകമാണ്. അപ്പൊ ആ ആള് പോയി. അപ്പൊ ഒരു പേഴ്സണാണ്. അപ്പൊ ആദം എന്ന ഒരു ശരീരം അവിടെ ഉണ്ടായിരുന്നു. ദൈവം ഊതിയപ്പോൾ ആ പേഴ്സൺ അവനിലേക്ക് വന്നു എന്നാണ്. അതൊരു അനാജിയായിട്ടാണ് അവിടെ പറയുന്നത്, ഒരു പാരബിളായിട്ട്. അങ്ങനെ പറഞ്ഞാലും ഈ ശരീരമല്ലെന്നും ഈ ശരീരത്തിന് അതീതമാണ് വ്യക്തിയെന്നും ബൈബിൾ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആ പേഴ്സൺ ആ ശരീരമല്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെങ്കിൽ ഊതിയാ കേറുവോ എന്നുള്ള അജോ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവായി കഴിഞ്ഞു. ഊതിയാലേ കേറൂ. ഊതിയിട്ട് തന്നെ കേറിയേ. അതുകൊണ്ട് ഒട്ടും വിഷമിക്കണ്ട അജോ. ഊതിയപ്പോ കേറിയത് വ്യക്തി തന്നെയാണ് കേട്ടോ.